ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചാൻസ് ടേസ്റ്റ് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചെറിപ്പഴം എങ്ങനെയാണ് വീട്ടിൽ കടകളിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ മെത്തേഡ് തന്നെ നിങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ചെറിപ്പഴം വീട്ടിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഇത്രയും ചെറിപ്പഴം പറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുക്കാത്ത ചെറിപ്പഴമാണ് കേട്ടോ. ഒരു ചെറിയ പിങ്ക് കളർ വന്നപ്പോൾ തന്നെ എല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചെറിപ്പഴം മരത്തിൽ നിന്നും പറിക്കുമ്പോൾ കറ നന്നായിട്ട് ഒലിച്ചു വരും. അതെല്ലാം വാഷ് ചെയ്ത് വെച്ചതാണിത്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ഈ ചെറിപ്പഴം എല്ലാം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കുരു എല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ചെറിപ്പഴം അവർ ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെയാണ് കുരു കളഞ്ഞെടുക്കുന്നത്. ചെറിപ്പഴം ഹാഫ് കട്ട് ചെയ്തതിന് ശേഷം തലപ്പ് കൂർപ്പുള്ള ഒരു കത്തി വെച്ചിട്ട് അതിനകത്തൂടെ കുരു കളയാറാണ് ചെയ്യാറ്. ഈ ചെറിപ്പഴം നമുക്ക് വേണ്ടിയിട്ട് തന്നെ റെഡിയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രക്ക് റിസ്ക് എടുക്കുന്നില്ല. നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കുരുവെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇതിനകത്തുള്ള കുരു നന്നായിട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചെറിപ്പഴം റെഡിയായി വരുമ്പോഴേക്കും നമുക്കൊരു ചവർപ്പ് ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുരു നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഇനി നമ്മുടെ ചെറിപ്പഴത്തിൻ്റെ കറയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ചുണ്ണാമ്പ് ഒരു 5 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ട് തെളിഞ്ഞു വന്നതിന് ശേഷം അതിന് മുകളിലുള്ള തെളിഞ്ഞ വെള്ളം മാത്രം നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ചുണ്ണാമ്പ് നന്നായിട്ട് കലക്കി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് അത് നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരിക. ഇനി നമുക്ക് ഈ ചുണ്ണാമ്പുള്ള ഭാഗം കളയാട്ടോ. അതിൻ്റെ തെളിഞ്ഞ വെള്ളത്തിലാണ് നമ്മൾ ഈ ചെറിപ്പഴം ഇട്ട് വെക്കുന്നത്. ഈ ചുണ്ണാമ്പിൻ്റെ തെളിഞ്ഞ വെള്ളത്തിൽ ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിട്ട് വെക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ചെറിപ്പഴത്തിൻ്റെ കറയെല്ലാം നന്നായിട്ടൊന്ന് പോയി കിട്ടുക. നമ്മളിത് രാത്രിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ചെറിപ്പഴത്തിലെ കറയെല്ലാം നന്നായിട്ട് ഇളകിയിട്ടുണ്ടാവും. ഈ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ഒരു പിടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ ചെറിപ്പഴത്തിലെ കറ കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ ചെറിപ്പഴത്തിലെ കറയെല്ലാം നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കോട്ടൻ്റെ തുണി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചെറിപ്പഴം ഇട്ടൊരു കിഴി കെട്ടിയെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ കിഴി വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികം തിളച്ചു പോയാൽ നമ്മുടെ ചെറിപ്പഴം നന്നായിട്ട് വെന്ത് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കാം. അത് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഒരു 1/2 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഫുഡ് കളറാണ്. ഞാനിവിടെ ഒരു പിഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫുഡ് കളർ ചേർത്ത് എടുക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു ഭംഗിയിൽ നമ്മുടെ ചെറിപ്പഴം റെഡിയാക്കി എടുക്കാൻ പറ്റുക. നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് കുറുക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെറിപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറിപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറിപ്പഴം ചെറിയൊരു കളറെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് എടുത്തതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് കൂടെ പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ പ്രോസസ്സ് നമ്മൾ 4-5 ദിവസം ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഈ ചെറിപ്പഴം 4 ദിവസം തുടർച്ചയായി ഇതുപോലെ മാറ്റിയതിന് ശേഷം ഷുഗർ സിറപ്പ് ഇങ്ങനെ കുറുക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഷുഗർ സിറപ്പ് കുറുക്കിയതിന് ശേഷം വീണ്ടും അതിലോട്ട് ചെറിപ്പഴം ഇട്ടുകൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു നൂൽപ്പരിവാകുമ്പോൾ നമ്മുടെ ഈ ചെറിപ്പഴം അതിലിട്ട് കൊടുത്തതിന് ശേഷം ഒരാഴ്ച നമുക്ക് എടുക്കാതെ തന്നെ ആ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചെറിപ്പഴം കടയിൽ നിന്നും വാങ്ങുന്ന അതേ രുചിയിലും അതേ ഭംഗിയിലും വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.